ഇതിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സമയം നമ്മൾ ചിന്തിക്കുന്ന വചനം യെശയ്യാവ് 43 അധ്യായം അതിൻ്റെ 1, 2 വാക്യങ്ങളാണ്. നമുക്ക് ആ വാക്യം വായിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യാക്കോബിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തിൻ്റെ വചനപ്രകാരം മുന്നോട്ട് ജീവിക്കുമെങ്കിൽ ദൈവം നമ്മളോട് പല കാര്യങ്ങൾ അരുളി ചെയ്യും. നമ്മുടെ ആത്മീയ കാര്യങ്ങളിലും നമ്മുടെ ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലകളിലൊക്കെ ദൈവം സംസാരിക്കുവാൻ ശക്തനാണ്. ഈ ഭക്തനായ യാക്കോബിനോട് ദൈവം അരുളി ചെയ്തതുപോലെ നമ്മുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അരുളി ചെയ്യുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. യാക്കോബിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. നിന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, ആരെങ്കിലും ഭാരപ്പെട്ട് ഭയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത മേഖലയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ദൈവം പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. നിന്നെ സഹായിപ്പാൻ ഞാനുണ്ട്, നിൻ്റെ അരികിൽ ഞാനുണ്ട്. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ നിന്നെ സഹായിപ്പാൻ വേഗം വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയുകയുമില്ല. ഹല്ലേലൂയ. ഈ വചനങ്ങളാണ് ദൈവം